പ്രഭാതത്തിൽ സന്നിഹിതരായിരിക്കുന്ന ദൈവജനത്തോടുകൂടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് അനുകൂലമായ സാഹചര്യം ക്രമീകരിച്ചു തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവജനത്തിന് മധ്യ ദൈവവചനവുമായിട്ട് നിൽക്കാൻ ഈ സഭയിൽ വീണ്ടും കർത്താവ് ഒരു അവസരം സംജാതമാക്കി തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ സഭയിലെ മൂപ്പന്മാരോടും ചുമതലപ്പെട്ട സഹോദരന്മാരോടുമുള്ള പ്രത്യേകമായ നന്ദിയെ സമയത്ത് അറിയിക്കുന്നു. ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഇന്ത്യൻ ശുശ്രൂഷയുടെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് ഞാനിവിടെ ആയിരിക്കുന്നതെങ്കിലും കുടുംബമായിട്ട് കടന്നു വരണം എന്ന ആഗ്രഹം വളരെ നാളുകൾ തന്നെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ഏറ്റവും നല്ല സമയത്ത് അതിനുള്ളൊരു അവസരം കർത്താവ് ക്രമീകരിച്ച് തന്നു. എന്ന് ഞങ്ങൾ കുടുംബമായിട്ടാണ് ഈ സഭയിൽ ആയിരിക്കുന്നത്. ബെൻസിയും ഞങ്ങളുടെ വളർത്ത പുത്രി ബാസന്തി, ഞങ്ങൾ 3 പേരും ചേർന്നാണ് യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ കടന്നു വരണം എന്ന ആഗ്രഹം, അതിലൊരു സ്വാർത്ഥതയുമുണ്ട്. സ്വാർത്ഥത എന്ന് പറയുന്നത്, ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ചില പ്രിയപ്പെട്ടവർ ഈ സഭയിലുണ്ട്. അതിലുപരിയായിട്ട് ഞാൻ മാത്രമല്ല, കുടുംബമായിട്ട് തന്നെ ഞങ്ങൾ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഗുരുസ്ഥാനത്ത്, പിതൃസ്ഥാനത്ത് കാണുന്ന ഒരു മാന്യ കുടുംബമാണ് ബഹുമാനപ്പെട്ട കെ വി ജോൺ സാറും പ്രിയ ആന്റിയും. അവരോടുകൂടെ ചേർന്ന് വീണ്ടും ഈ ഭൂമുഖത്ത് കർത്താവിനെ ആരാധിക്കണം എന്നൊരു ആഗ്രഹവും ചില നാളുകളായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതിനൊരു അവസരവും കർത്താവ് ഒരുക്കി തന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും വളരെ സന്തോഷത്തോടുകൂടിയും മുഖത്ത് ആ പുഞ്ചിരിയും ആത്മീയമായ സന്തോഷം അനുഭവിച്ചായിരിക്കുന്ന കണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് തുടർന്നും അവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയ ദേവദാസിൽ നിന്ന് നിശബ്ദമായിട്ട് ഒരു ഏകലവ്യൻ എന്ന നിലയിൽ, ഞാൻ അങ്ങനെയാണ് സാധാരണ പറയാറുള്ളത്, അല്പം ദൂരത്ത് നിന്ന് തന്നെ നിശബ്ദമായിട്ട് പല പാഠങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടെ ആ കാര്യം ഞാൻ ഓർക്കുന്നു. പ്രിയ സാംജാനുമായിട്ടും ഞങ്ങളുടെ ബന്ധം ഞാൻ ഇവിടേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓർക്കുകയായിരുന്നു. 22 വർഷം മുമ്പാണ് വളരെ ലളിതമായ രീതിയിൽ ഞങ്ങൾ പരിചയപ്പെട്ടു. എന്നാൽ അന്ന് മുതൽ തന്നെ വളരെ ഹൃദ്യമായ ഒരു ബന്ധം കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ നൽകിയിരിക്കുന്നു. അതും വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ മിനിസ്ട്രിയോടുകൂടെയും അഗാപ്പി മിനിസ്ട്രിയോടുകൂടെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിപ്പാനും കർത്താവ് അവസരങ്ങൾ തരുന്നു. ദൈവത്തെ സ്തുതിക്കുകയാണ്. നാം ആരാധിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തൊരു വിഷയമാണ്, നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നത്. ദൈവമക്കളുടെ മധ്യത്തിലുള്ള ബന്ധം അത് നിത്യതയോളം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ്. ഭൗമിക ബന്ധങ്ങളെല്ലാം ഈ ലോകത്തിൽ തന്നെ അവസാനിക്കും. മലപ്രായിലുള്ള ഒരു ബഹുമാനപ്പെട്ട കെ വി മാത്യു, പാപ്പച്ചൻ അങ്കിൾ എന്ന് ഞങ്ങൾ പറയും, അദ്ദേഹം എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അവർ ഗോഡ് ഇസ് എ ഗോഡ് ഓഫ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങളുടെ ദൈവമാണ് നമ്മളുടെ ദൈവം. നമുക്കൊരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പും ഉണ്ട്. ത്രിയേക ദൈവമായിട്ട് കർത്താവ് ഒരു ബന്ധം തന്നിരിക്കുന്നു. അതുപോലെ ദൈവമക്കളുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പത്രോസ് തന്റെ 2-ാം ലേഖനത്തില് 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നത്, നാം ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളാണ്. വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ഡിവൈൻ നേച്ചർ. ദൈവ കുടുംബത്തിൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നാം ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള വളരെ അനുഗ്രഹീതമായ ഒരു ബന്ധത്തിലേക്കാണ് കർത്താവ് നമ്മെ നയിച്ചിരിക്കുന്നത്. നശിച്ചു പോകുന്ന ആത്മാക്കളെ ഈ ബന്ധത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കഴിഞ്ഞ 125 വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഗിനിയൻ ശുശ്രൂഷ. അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നന്ദിയോടെ 1-2 വാക്കുകൾ മാത്രമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സഭ ആ മിനിസ്ട്രിയെ അത്രമാത്രം സ്നേഹിക്കുകയും പ്രാർത്ഥനയിൽ വഹിക്കുകയും സഹകരിക്കുകയും അതിനുവേണ്ടി ഔദാര്യമായിട്ട് കൈത്താങ്ങൽ ചെയ്യുന്ന ഒരു സഭയാണ് എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 200 രാജ്യങ്ങളിൽ വർദ്ധിച്ച് പന്തലിച്ച് പ്രവർത്തിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. 2013 നമുക്കറിയാം, കേരളത്തില് നമുക്ക് IT പാർക്സുകളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ IT പാർക്കാണ് ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്ക്. ഇന്ന് 3 ഫേസുകൾ ഉണ്ടെങ്കിലും ഒരു ഫേസിൽ ധാരാളം ജോലിക്കാർ ഇപ്പോൾ ഇല്ല. എന്നാൽ 2013-14 കാലയളവില് ഓരോ ഫേസിൽ തന്നെ ഏകദേശം 15,000 മുതൽ 20,000 പേര് ജോലി ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു.
വിശ്വാസികളായിട്ടുള്ള യുവ സഹോദരി സഹോദരന്മാരും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ താല്പര്യപ്രകാരമാണ് ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് എന്നൊരു ക്യാമ്പ്, ഒരു പുതിയ ചാപ്റ്റർ ഞങ്ങൾ ആരംഭിച്ചത്. ആ ചാപ്റ്റർ ആരംഭിച്ചപ്പോൾ അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ ഫോർമേഷൻ കഴിഞ്ഞ് ആ യുവ സഹോദരന്മാരിൽ ചിലര് അവിടെ സംസാരിച്ച കൂട്ടത്തിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം വരയ്ക്കും ഞങ്ങളുടെ ബാക്ക് പാക്കില് ഇലക്ട്രോണിക് സാധനങ്ങൾ മാത്രമാണ് ഞങ്ങൾ ക്യാരി ചെയ്ത് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് അനുവദിച്ചാൽ നാളെ മുതൽ ചില ഗിരിയൻ ന്യൂ ടെസ്റ്റ്മെന്റും ഞങ്ങളുടെ ബാഗിൽ കാണും. ഞങ്ങൾക്ക് കർത്താവ് ഒരു അവസരം തരുമ്പോൾ അത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ കൊടുക്കും. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വർഷത്തിൽ തന്നെ അവര് ആ ക്യാമ്പസിൽ, ടെക്നോ പാർക്കിന്റെ ആ ക്യാമ്പസിന്റെ ഉള്ളിൽ തന്നെ ഒരു ക്രിസ്മസ് പ്രോഗ്രാം അവർ ക്രമീകരിച്ചു. ഒരു കരോൾ പ്രോഗ്രാം ആണെങ്കിലും അതിന്റെ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുക, ഈ ടെക്കീസിന്റെ എല്ലാവരുടെയും കരങ്ങളിലേക്ക് കർത്താവിന്റെ ജീവനുള്ള വചനം നൽകണം. അപ്പൊ അതിന് ക്രിസ്മസ് മെസ്സേജ് നൽകുവാൻ വേണ്ടി ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യണം. ആരെ ഇൻവൈറ്റ് ചെയ്യണം? പല ആലോചനകൾ മനസ്സിൽ വന്നു. എന്നാൽ അവസാനമായിട്ട് അവർ തീരുമാനിച്ചത് ഒരു ഗിഡിയൻ ബൈബിൾ വായിച്ച് രക്ഷയിലേക്ക് വന്ന് അതേസമയം കോർപ്പറേറ്റ് സെക്ടറിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആനന്ദ് പിള്ളയെ ഇൻവൈറ്റ് ചെയ്യണമെന്ന്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ചിലർക്കും ആനന്ദ് പിള്ളയെ പരിചയം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തു. ആ വിവരം ടെക്നോ പാർക്ക് ക്യാമ്പസിൽ പൂർണ്ണമായിട്ട് അവർ അറിയിച്ചു, എല്ലാവരെയും അറിയിച്ചു. യുവ സഹോദരി സഹോദരന്മാർ, അവിടെ പ്രവർത്തിക്കുന്ന യുവതികൾ, യുവാക്കൾ, അവരെല്ലാവരും they were really excited. കാരണം ആനന്ദ് പിള്ളை അന്ന് ഒരു നാസ്കോം മെമ്പർ ആണ്, വളരെ സീനിയർ പൊസിഷനിലിരിക്കുന്ന ഒരു കോർപ്പറേറ്റ് സെക്ടറിലെ ഒരു സീനിയർ പേഴ്സൺ ആണ്. അദ്ദേഹമാണ് കടന്നു വരുന്നത് എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിൽ ഒരു ജിജ്ഞാസ, എങ്ങനെയെങ്കിലും പോയിട്ട് അദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. 2014 ഡിസംബർ 19 വൈകുന്നേരം അവിടെയുള്ള ആംപി തിയേറ്റർ അത് നിറഞ്ഞു. ഏകദേശം 1000-ഓളം പേരോട് ഒരുമിച്ച് കൂടി. ആനന്ദ് പിള്ളയെ അവിടെ സംസാരിക്കാനായിട്ട് എഴുന്നേറ്റു. ഏകദേശം 35-40 മിനിറ്റ് ആണ് അദ്ദേഹം സംസാരിച്ചത്. എന്നാൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അവർക്ക് അവരുടെ ഫീൽഡിലുള്ള സക്സസ് മന്ത്ര ഒന്നുമല്ല പങ്കുവെച്ചത്. പിന്നെയോ കർത്താവ് യേശു ക്രിസ്തുവിനെ ഉയർത്തി തന്റെ സാക്ഷ്യം പങ്കുവെച്ചു. ഒരു പ്രത്യേക ഘട്ടത്തിൽ ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് സ്കൂളിൽ ലഭിച്ച ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് അത് കണ്ണിൽ പെടുകയും അത് തുറന്ന് വായിക്കുകയും അതിന്റെ ഫലമായിട്ട് ഈ വ്യക്തി, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന വ്യക്തി, കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചു. അന്ന് അദ്ദേഹം ആ 3000-ഓളം പേരുടെ മുൻപിൽ നിന്ന് പ്രസംഗിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞ 2 സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, "My Christmas began when Christ came to reside in my heart." എൻ്റെ ജീവിതത്തിലെ ക്രിസ്മസ് ആരംഭിച്ചത് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ. Without Christ, my life would have ended with an hopeless end. But because now I have Christ in my heart, I have endless hope. ക്രിസ്തു ഇല്ലാതെ എൻ്റെ ജീവിതം പ്രത്യാശയില്ലാത്തൊരു അന്ത്യമായി തീർന്നേനെ. എന്നാൽ ഇന്ന് ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതിനാൽ എനിക്കുള്ളത് അന്ത്യമില്ലാത്ത പ്രത്യാശയാണ്. ദൈവത്തിന് സ്തോത്രം. ആ ശുശ്രൂഷയിലാണ് നാം ആയിരിക്കുന്നത്. ആ ടെക്നോ പാർക്ക് ക്യാമ്പില് ഇപ്പോഴും വളരെ ചുറുചുറുപ്പുള്ള യൗവനക്കാരായിട്ടുള്ള നല്ലൊരു കൂട്ടം സഹോദരന്മാരുണ്ട്. അവര് they assume risk. ചില നാളുകൾക്ക് മുമ്പ് അവിടെ ഒരു നൈറ്റ് ക്രിക്കറ്റ് മാച്ച് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രമീകരിച്ചപ്പോൾ ആ ഡേറ്റും ഡീറ്റെയിൽസും അറിഞ്ഞ് അന്ന് തന്നെ അവർ തീരുമാനിച്ചു, we have to distribute Bible. അങ്ങനെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം 10 മണി കഴിഞ്ഞപ്പോൾ അതിന്റെ അടുത്ത് താമസിക്കുന്ന സഹോദരന്മാരുടെ ഭവനത്തിൽ സ്ക്രിപ്ചർ സ്റ്റോക്ക് ചെയ്ത് അവർ അത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഒരുങ്ങി. വളരെ ഷെഡ്യൂൾഡ്, വളരെ സ്ട്രാറ്റജിക് വേയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ആ ഡിസ്ട്രിബ്യൂഷൻ അവർ ക്രമീകരിച്ചത്. അതിന്റെ ഫലമായിട്ട് അന്ന് രാത്രിയിൽ ഏകദേശം 29,000 കോപ്പീസ് ആണ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. 29,000 കോപ്പീസ് ഓഫ് സ്ക്രിപ്ചർ. അവർ കർത്താവരുടെ പ്രാർത്ഥന കേട്ടു എന്ന് ഞാൻ പറയാം. അവർ ഇന്ത്യ ജയിക്കണം എന്ന് വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, ഒരു സുഗമമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ വേണം. കർത്താവ് പ്രാർത്ഥന കേട്ടു, അന്ന് ഇന്ത്യ ജയിച്ചു. അതുകൊണ്ട് മടങ്ങി പോകുന്നതിന് ആരും ഒബ്ജക്ട് ചെയ്തില്ല. എല്ലാവരുടെയും കരങ്ങളിലേക്ക് കർത്താവിന്റെ വചനം കൊടുത്തു. അതിനു മുമ്പ് അവിടെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം, ആർമി റിക്രൂട്ട്മെന്റിന്റെ പ്രോഗ്രാം ആ സ്റ്റേഡിയത്തിൽ നടന്നപ്പോഴും ഇതുപോലെ തന്നെ ഒരു ലാർജ് സ്കെയിലില് അവിടെ വരുന്നവരുടെ എല്ലാവരുടെയും കരങ്ങളിലേക്ക് കർത്താവിന്റെ വചനം നൽകി. ഇതിന്റെ പിന്നിൽ
സ്ഥലം സഭകളുടെ പ്രാർത്ഥനയും സഹകരണവും അതുകൊണ്ട് അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഞാൻ ഇക്കാര്യം പങ്കുവെച്ചത് കർത്താവിന്റെ വചനത്തിന്റെ വിതരണം, ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്ലേസ്മെന്റ്, അത് 24 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും വർഷത്തിൽ 365-66 നാളുകളിൽ തന്നെ അത് ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു മിനിറ്റിൽ തന്നെ എത്രയോ സ്ക്രിപ്ചറാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യപ്പെടുന്നത്. ഏതൊക്കെ കരങ്ങളിൽ അത് ലഭിക്കുന്നു? നിത്യത മാത്രമേ വെളിപ്പെടുത്തുകയുള്ളൂ. അതിൽ കൂടെ എത്ര പേരാണ് കർത്താവിന് സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചത്? കാരണം നാം ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നാം പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത് ഒരു വാഗ്ദത്തമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 55-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് വൃഥാവായിട്ട് മടങ്ങി വരികയില്ല. ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ചാണ് നാം ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കർത്താവിന്റെ വചനം വിതരണം ചെയ്യുന്നതും പ്ലേസ് ചെയ്യുന്നതും. തുടർന്നും ഈ ശുശ്രൂഷ ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. അതുകൂടാതെ ഇതിൽ താല്പര്യമുള്ളവർക്ക് ഒരു പങ്കാളിയുമാകാം. അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ ഞങ്ങൾ സഭകളിലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ സ്ക്രിപ്ചർ ഫണ്ടിലേക്ക് ഔദാര്യമായിട്ട് സംഭാവന ചെയ്യുവാനായിട്ടുള്ള ഒരു അവസരവുമുണ്ട്. ഈ വിഷയത്തെ ഓർത്ത് തുടർന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. പ്ലീസ് കണ്ടിന്യൂ ടു പ്രേ, പ്ലീസ് കണ്ടിന്യൂ ടു പാർട്ടിസിപ്പേറ്റ്, പ്ലീസ് കണ്ടിന്യൂ ടു പ്രൊവൈഡ്. ഞാൻ പങ്കുവെച്ച സാക്ഷ്യം ഇത് ഒരു ഗിഡിയൻ സാക്ഷ്യമല്ല, നമ്മുടെ സ്ഥല സഭകളുടെ സാക്ഷ്യമാണ്. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ബഹുമാനപ്പെട്ട KV ജോൺ സാറും ജോലിയിലായിരിക്കുമ്പോൾ അദ്ദേഹം ഗിഡിയൻസിന്റെ ലൈഫ് മെമ്പർ ആയിരുന്നു. അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ ഓർക്കുകയാണ്. അത്രമാത്രം സ്നേഹിക്കുന്ന പിതാക്കന്മാര് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. 125 വർഷം എന്ന് പറയുമ്പോൾ ഈ മിനിസ്ട്രിയുടെ 5ാം തലമുറയാണ് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ കൂടെ കർത്താവിനെ സേവിച്ചു പോരുന്നത്. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. സ്വല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗത്ത് നിന്ന് കർത്താവ് നൽകിയിരിക്കുന്ന ചിന്ത ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 22-ാം അധ്യായം അതിന്റെ 7 മുതൽ 13 വരയ്ക്കുമുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 7 മുതൽ 13 വരയ്ക്കുമുള്ള വാക്യങ്ങൾ. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവേൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവേ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. നാം വായിച്ച ഭാഗത്തിന്മേൽ ദൈവം തന്നെ അനുഗ്രഹം ചൊരിയട്ടെ. ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്കായിരിക്കാം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. നമുക്കറിയാം, ഇന്നത്തെ ഞായറാഴ്ച സോകോൾ ക്രിസന്റം ക്രിസ്തീയ ഗോളത്തിൽ ഒശാന ഞായറാഴ്ച അല്ലെങ്കിൽ പാം സൺഡേ എന്നാണല്ലോ ആചരിക്കുന്നത്. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ, അതിന്റെ സമയം അടുത്തു വന്നപ്പോൾ, 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വിവിധ കാര്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ ഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. സമയം അടുത്തു വന്നപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. അവരോട് പറഞ്ഞത്, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവേൻ എന്ന് പറഞ്ഞു. സുവിശേഷങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു പല സന്ദർഭങ്ങളിൽ താൻ എന്ത് ചെയ്യുന്നു എന്ന് അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യം ഉണ്ടായിട്ട് പോലും തന്റെ ശിഷ്യന്മാരോട് ചില ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് അവരോട് ചില കാര്യങ്ങൾ പറയും. മറുപടിയായിട്ട് അവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ, ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിക്കുന്നു. അവരോട് പറയുന്നത് നിങ്ങൾ ഒരുക്കുവിൻ എന്നുള്ളത്. അവർ ഉടനെ തന്നെ മറുപടിയായിട്ട് ചോദിക്കുന്നത് എവിടെ ഒരുക്കണം.
യഹൂദനെ സംബന്ധിച്ച് പെസഹ കഴിക്കുക എന്ന് പറയുന്നത്, അത് ആചരിക്കുക എന്ന് പറയുന്നത് എത്രയോ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. കർത്താവ് യേശു ക്രിസ്തുവും തന്റെ ശിഷ്യന്മാരുമായിട്ട് അത് ആചരിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കത്തോടുകൂടി ആയിരിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ഗോ ആൻഡ് പ്രിപ്പയർ. അവർ ചോദിക്കുകയാണ് എവിടെ അത് ഒരുക്കണം. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്. ഇത് വായിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മുഖത്തൊരു ചിരി വരും. എനിക്കൊരു തമാശയായിട്ടാണ് തോന്നുന്നത്. നമ്മൾ ആരോടെങ്കിലും ഒരു വഴിയെക്കുറിച്ച്, ഈ നാളുകളിൽ നമുക്ക് ആരോട് വഴി ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനുള്ള സംവിധാനങ്ങളെല്ലാം നമ്മുടെ കരങ്ങളിൽ തന്നെ ലഭ്യമാണ്. ഞാൻ ആദ്യമായിട്ട് ഈ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ അത് വഴി തെറ്റിപ്പോയി. ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. അന്ന് വരുന്ന സമയത്ത് ഇവിടെ എന്തോ പൈപ്പിന്റെ എന്തോ പണി ഉണ്ടായിരുന്നു. അപ്പൊ സാംശയൻ പറഞ്ഞു മെയിൻ റോഡിൽ പോയി അവിടെ നിന്ന് ഒരു ഉൾറോഡിൽ കയറി കഴിഞ്ഞ് ഇവിടെ വരണം എന്നുള്ളത്. അന്നും ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഞാൻ എത്തിയപ്പോൾ 10 മിനിറ്റ് താമസിച്ചു. ഇന്ന് ആ പഴയ റൂട്ട് തന്നെ ഞാൻ ഇട്ടിട്ട് ഇന്ന് വളരെ ഒരു പ്രയാസമില്ലാതെ എത്തി. എന്നാലും 4 മിനിറ്റ് താമസിച്ചു. ഇന്ന് ഈ സംവിധാനങ്ങളെല്ലാം നമ്മുടെ കരങ്ങളിലുണ്ട്. ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് ഒരു പിക്യുലിയർ ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ആരോടെങ്കിലും ഒരു റൂട്ട് പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പറയും? അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു മരം കാണും, ഇമ്മൂവബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്കാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ പറയുന്നത് നമ്മുടെ ചെല്ലുന്ന സമയത്ത് ഒരു 3 നില കെട്ടിടമുണ്ട്, ആ കെട്ടിടത്തിന്റെ ഓപ്പോസിറ്റിലാണ് ഇദ്ദേഹത്തിന്റെ വീട്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെങ്കിൽ സഹോദരന്റെ വീട് എവിടെയാ? അപ്പൊ ഞാൻ പറയും മല്ലശ്ശേരി, പത്തനംതിട്ട കഴിഞ്ഞ് മല്ലശ്ശേരിയിൽ ആ ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് ഒരു മഞ്ഞ സഞ്ചി പിടിച്ച ഒരു വ്യക്തി ഒരു വീട്ടിലേക്ക് കയറുകയായിരിക്കും. അവൻ കയറുന്ന വീടാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കർത്താവ് പറഞ്ഞ അങ്ങനെയല്ലയോ? നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. വാസ്തവം പറഞ്ഞാൽ അതൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അന്നത്തെ ആ സംസ്കാരത്തിനനുസരിച്ച് കുടത്തിൽ വെള്ളം കൊണ്ടുപോകുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു പുരുഷൻ കുടത്തിൽ വെള്ളവുമായിട്ട് ഭവനത്തിൽ കയറും. അപ്പൊ അതൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ അല്പം ഒരു ലൗഡ് തിങ്കിങ് എന്നതിൽ ചിന്തിക്കുന്നത്, സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? കർത്താവാണ്. സകല കാര്യങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത്, ശിഷ്യന്മാരോട് എത്തുന്ന സമയത്ത് ആ വ്യക്തിയോട് പറയാം സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. അപ്പോഴാണ് ആ വ്യക്തി ആ കുടം വെള്ളവുമായിട്ട് ഭവനത്തിലേക്ക് എത്തുന്നത്. ഇതെന്റെ ഭാവനയാണ്. ആ വീട്ടിൽ കയറി ചെന്ന് അവിടെ പറയുകയാണ്, അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട് പറയുക, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. വാസ്തവം പറഞ്ഞാൽ അതെല്ലാം ശിഷ്യന്മാരെ അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈ വ്യക്തി, ആ ഉടയവന്റെ പേരവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. വേദപണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറയുന്നു, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. എന്നാൽ അവനോട് പറയാൻ പറയുന്നത് ഗുരു ഈ വിഷയം ചോദിക്കുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവിടെ നമ്മൾ കാണുന്നത്, അവൻ വിരിച്ചു ഒരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. വെൽ ഫർണിഷ്ഡ് അപ്പർ റൂം, എ വെൽ ഫർണിഷ്ഡ് അപ്പർ റൂം. ആ വിധത്തിൽ അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച വിഷയം എന്ന് പറയുന്നത്, ആ വീട്ടുടയവൻ താനും കുടുംബമായിട്ട് ഒരുമിച്ച് ചേർന്ന് പെസഹ കഴിപ്പാൻ വേണ്ടി ക്രമീകരിച്ചിരുന്ന ആ മാളിക മുറി ശിഷ്യന്മാർക്കും ഗുരുവിനും ഒരുമിച്ച് ചേർന്ന് പെസഹ ആചരിപ്പാൻ വേണ്ടി വിട്ടുകൊടുത്തു. അതിന്റെ ഫലമായിട്ട് അവിടെ സംഭവിച്ചത് ചരിത്രമാണ്. അതാണ് ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. വാസ്തവം പറഞ്ഞ ഇത് പങ്കുവെക്കുമ്പോൾ എന്നെ കൂടി ചേർത്താണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആർ വി റെഡി ടു ഗിവ് അപ്പ് അവർ അപ്പർ റൂം ഫോർ ദ ലോർഡ്? നമ്മുടെ ഒരുക്കി വെച്ചിരിക്കുന്ന ആ മാളിക മുറി കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നാം തയ്യാറാണോ? നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു. ഓരോ സമയങ്ങളിലും കർത്താവിന്റെ ഏറ്റവും നല്ല സമയത്ത് സുവിശേഷം കേട്ടപ്പോൾ, കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്തപ്പോൾ നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം സമർപ്പിച്ചു. നാം കേട്ടതുപോലെ
He has got a double authority over our life. അവൻ നമ്മെ സൃഷ്ടിച്ചു, എന്നാൽ നാം കളഞ്ഞുപോയി. അവൻ നമ്മെ വീണ്ടും തിരഞ്ഞ് വന്നു, നമ്മെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവമക്കളെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ആ വൻ മാളിക മുറി കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ നാം ഒരുക്കമുള്ളവരാണോ? അങ്ങനെയെങ്കിൽ കർത്താവ് അവിടെ ചെയ്യുന്നത് എന്തൊക്കെയാണ്? 4 കാര്യങ്ങളാണ്. ഒന്ന്, ആ മാളിക മുറിയിൽ വെച്ചാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയത്. ദൈവത്തിന് സ്തോത്രം. ആ വലിയ ശുശ്രൂഷ, ഞങ്ങളുടെ വീട്ടിലൊരു കോട്ടേജ് മീറ്റിങ്ങിന് ബഹുമാനപ്പെട്ട KV ജോൺ സാറ് ആ ഭാഗത്ത് നിന്ന് സംസാരിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അതിനവസാനം ആ കാര്യം പങ്കുവെച്ച ശേഷം പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് പറഞ്ഞത്, ദൈവമക്കളെ, ശിഷ്യന്മാരുടെ കാല് കഴുകണം, എന്നാൽ തിളച്ച വെള്ളത്തിൽ കഴുകരുത് കേട്ടോ. അത് ഫലിതരൂപേണ സാറ് പറഞ്ഞെങ്കിലും അതിന് വലിയ അർത്ഥമുണ്ട്. ആ മാളിക മുറിയിൽ വെച്ചാണ് ഗുരുവായ കർത്താവ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയത്. സെർവന്റ് ലീഡർഷിപ്പ്, ദാസ്യ നേതൃത്വം, ആ വലിയ സത്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ദൈവമക്കളെ, ലോകം ഈ സത്യത്തെ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും വലിയ ബ്ലൂ ചിപ്പ് കമ്പനീസ് നോക്കുകയാണെങ്കിൽ അവിടെ ചീഫ് മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുന്ന, ആ ഏറ്റവും ടോപ്പിലായിരിക്കുന്ന വ്യക്തി, അദ്ദേഹം സെർവന്റ് ലീഡർഷിപ്പ് ആറ്റിറ്റ്യൂഡിലാണ് അവരുടെ ടീമിനെ നയിക്കുന്നത്. എന്നാൽ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണെന്ന് അറിയാമോ? വിശ്വാസികളുടെ കൂട്ടം. അവിടെയാണ് ഈ സെർവന്റ് ലീഡർഷിപ്പ് ഇല്ലാത്ത ഒരു കൂട്ടമായി മാറിയിരിക്കുന്നത്. ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അവർ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ആ ഒരു പ്രിൻസിപ്പിൾ നാം അനുസരിക്കുകയോ അതിന് വിധേയപ്പെട്ടായിരിക്കോ ഇല്ലാത്തൊരവസ്ഥ വന്നു ചേർന്നിരിക്കുകയാണ്. ആ മാളിക മുറിയിൽ വെച്ചാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയത്. രണ്ടാമത്തേത് നാം അവിടെ കാണുന്നത്, ഓരോ കർത്തൃദിവസത്തിലും സഭയായിട്ട് സഭയ്ക്ക് നൽകിയിരിക്കുന്ന 2 അനുഷ്ഠാനങ്ങളിൽ രണ്ടാമത്തെ അനുഷ്ഠാനം തിരുവത്താഴ് ശുശ്രൂഷ എന്ന് പറയുന്നത്, അത് ആചരിച്ചതും ആ മാളിക മുറിയിൽ വെച്ചാണ്. ഓരോ കർത്തൃദിവസത്തിലും നാം ഒരുമിച്ച് സഭയായിട്ട് കൂടി വരുമ്പോൾ പരിപാവനമായ ഒരു ശുശ്രൂഷയാണ്. The 2 ordinances that are given to the church, one is the baptism, the other one is the Lord's Supper. സ്നാനവും തിരുവത്താഴ ശുശ്രൂഷയും. ഓരോ കർത്തൃദിവസത്തിൽ നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ ആ പരിപാവനമായ ചിന്തയോട് കൂടി നാം ആചരിക്കുന്ന ആ ശുശ്രൂഷ, അത് അനുഷ്ഠിച്ചത് എവിടെ വെച്ചാണ്? ആ മാളിക മുറിയിൽ വെച്ചാണ്. തന്റെ ശിഷ്യന്മാർക്ക് അത് നൽകി, സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തു. അവരോട് പറഞ്ഞത്, ദിസ് യു ഡു ഇൻ റിമംബറൻസ് ഓഫ് മീ. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. നാം എന്നും അത് ആചരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തേത്, മാളിക മുറി പ്രഭാഷണം എന്ന് പറയുന്ന ആ വലിയ പ്രഭാഷണം, അത് നിർവഹിക്കപ്പെട്ടതും ആ മാളിക മുറിയിൽ വെച്ചാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ 13-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്ന സമയത്ത് അവർ വായിക്കുന്നുണ്ട്, അവർ ഒരുമിച്ച് ചേർന്നു. 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒറ്റ കൊടുക്കുന്ന ഇസ്കാരിയോത്ത് യൂദ അവൻ ഇറങ്ങിപ്പോയി, അത് രാത്രിയായിരുന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. 11 ശിഷ്യന്മാരുമായിട്ട് ആ മാളിക മുറിയിൽ കർത്താവ് യേശു ക്രിസ്തു സംഭാഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം, 17-ാം അധ്യായം, അതിനുശേഷം യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അവർ കിദ്രോൻ തോട് കടന്ന് ഗത്സമനി പൂങ്കാവനത്തിലേക്ക് അവർ പ്രവേശിച്ചു എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ഉം 15-ഉം 16-ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആ മാളിക മുറി പ്രഭാഷണം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് പൊഴിയുന്ന ആ മുത്തുമണികൾ, ആ ലാവണ്യമേറിയ വാക്കുകൾ, അത് ശിഷ്യന്മാര് പറക്കിയെടുക്കുകയാണ്, ശ്രദ്ധയോടുകൂടി കേൾക്കുകയാണ്. കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ അവരായിരിക്കുന്നു, സംസാരിക്കുന്നതോ കർത്താവ്. ആ വലിയൊരു വിഷയം നിർവഹിക്കപ്പെട്ടത് ആ മാളിക മുറിയിലാണ്. നാലാമത്തേത് 14, 15, 16, 3 അധ്യായങ്ങളില് കർത്താവിന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്നു.
എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിന്റെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ ഉയരത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. ആ അധ്യായത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന എന്ന്. The high priestly prayer of our Lord Jesus Christ. അത്രയും സമയം ശിഷ്യന്മാരുമായിട്ട് സംഭാഷിച്ചിരുന്ന കർത്താവ് ഉയരത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന വിഷയങ്ങൾ, അതിന്റെ ഉള്ളടക്കം നമുക്ക് നന്നായിട്ട് അറിയാം. പ്രാരംഭ ഭാഗത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നത് that the Father might be glorified through the work of the Son. പുത്രന്റെ പ്രവർത്തനം, അതിൽ കൂടെ പിതാവായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. 17-ാം അധ്യായത്തിലെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നത് that the church might be sanctified. അവിടെ പ്രാർത്ഥിക്കുന്നത് സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തേത് അവിടെ പ്രാർത്ഥിക്കുന്നത് the church might reach the lost. നശിച്ചു പോകുന്ന ആത്മാക്കളിലേക്ക് സഭ കടന്നു ചെന്ന് അവരെ നയിക്കണം, അവരെ സത്യത്തിലേക്ക് കൊണ്ടുവരണം. നാലാമത്തെ ഒരു പ്രയോറിറ്റി ആ പ്രാർത്ഥനയിൽ നാം കാണുന്നത് there should be unity in the church. ദൈവസഭയിൽ ഐക്യത ഉണ്ടായിരിക്കണം. ഈ വിഷയങ്ങളെ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുന്നത്. ആ മഹാപൗരോഹിത്യ പ്രാർത്ഥനയും അത് നിർവഹിക്കപ്പെട്ടത് ആ മാളിക മുറിയിൽ വെച്ചാണ്. ദൈവമക്കളെ ഒന്ന് ചിന്തിക്കുക. ആ വീട്ടുടയവൻ വിരിച്ചൊരുക്കിയ മാളിക മുറി, വെൽ ഫർണിഷ്ഡ് അപ്പർ റൂം, അത് ഗുരുവിന് വേണ്ടിയും ശിഷ്യന്മാർക്ക് ഒരുമിച്ച് പെസഹ കഴിപ്പാൻ വേണ്ടി അവർക്ക് വേണ്ടി അത് നൽകി കൊടുത്തു. അതിന്റെ ഫലമായിട്ട് കർത്താവ് ചരിത്ര പ്രസിദ്ധമായി ഇന്നും നമുക്ക് ഓർക്കുവാനായിട്ടുള്ള ചില വലിയ ശുശ്രൂഷകൾ അവിടെ നിർവഹിച്ചു. ഒന്ന്, തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി. രണ്ടാമത്തേത്, അവിടെ നാം കാണുന്നത് തിരുത്താഴ ശുശ്രൂഷ അവിടെ അനുഷ്ഠിച്ചു. മൂന്നാമത്തേത്, മാളികമുറി പ്രഭാഷണം എന്ന പല സത്യങ്ങൾ പഠിക്കുവാനായിട്ടുള്ള ശിഷ്യന്മാരുമായിട്ടുള്ള ആ സംഭാഷണം. നാലാമത്തേത്, പിതാവിനോടുള്ള കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന. ഞാൻ മുൻപ് ചോദിച്ച ആ ചോദ്യം വീണ്ടും ഒന്ന് ആവർത്തിക്കട്ടെ. ദൈവമക്കളെ, ആർ വി റെഡി ടു ഗിവ് അപ്പ് അവർ അപ്പർ റൂം? നമ്മുടെ ജീവിതത്തിലെ മാളിക മുറി വിരിച്ചൊരുക്കിയത്, ഏറ്റവും നല്ലത് കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ നാം ഒരുക്കമുള്ളവരാണ്. നമ്മെ രക്ഷിപ്പാൻ വേണ്ടി കർത്താവ് നൽകിയത് തന്റെ ഏറ്റവും നല്ലത്, തന്റെ ഓമന പുത്രനെയാണ് അവൻ നൽകി നമ്മെ രക്ഷിച്ചത്. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കുവാനായിട്ട് കഴിയും? എത്ര കൊടുത്താലും മതി വരികയില്ല. ആർ വി റെഡി ടു ഗിവ് അപ്പ്? കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം, കൈ ആ മുഷ്ടി ചുരുട്ടിയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുപ്രായത്തിൽ തന്നെ ആരും പറയാതെ കുഞ്ഞുങ്ങൾ പറയും, ഇത് എന്റെ കളിപ്പാട്ടമാണ്. അപ്പം മുതൽ ആരംഭിക്കുകയാണ്, ദിസ് ഇസ് മൈൻ, ദിസ് ഇസ് മൈൻ എന്നുള്ളത്. ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ദൈവമക്കളെ, നമ്മൾ ആർ വി റെഡി ടു ഗിവ് അപ്പ്? കർത്താവിന് വേണ്ടി നമ്മുടെ സമയം, നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ എനർജി, അതെല്ലാം കർത്താവിന് വേണ്ടി ചെലവഴിപ്പാൻ, കൊടുക്കുവാൻ വേണ്ടി ഒരുക്കമുള്ളവരാണോ? മാറി മറിയുന്ന ഒരു ലോകത്തിന്റെ മധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ മാറ്റമില്ലാത്ത ചില സത്യങ്ങൾ അതിൽ ആശ്രയിച്ചാണല്ലോ നാം ആയിരിക്കുന്നത്. എബ്രായ ലേഖനം അവസാനം അധ്യായം, അതിന്റെ ചില വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് അവിടെ ലേഖനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരം ഇല്ല, വരുവാനുള്ളതിനെയാണ് നാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കാത്തിരിക്കുന്നത്. മാറ്റമില്ലാത്തൊരു നഗരം, അതിനെ എതിർപ്പാർത്തുകൊണ്ടാണ് നാം ഈ ലോകത്തിലായിരിക്കുന്നത്. പത്തനംതിട്ട ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡോക്ടർ ON സാമുവൽ, പ്രിൻസിപ്പൽ എമിറിറ്റസ്, അദ്ദേഹം പലപ്പോഴും വളരെ വാചാലമായിട്ട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ് എബ്രായ ലേഖനം 13-ാം അധ്യായം. അതിൽ നിന്ന് താൻ പങ്കുവെക്കുമ്പോൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമാണ് ഈ 3 സത്യങ്ങൾ. അതിലൊന്ന്, മാറ്റമില്ലാത്തൊരു നഗരം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ. അതേ അധ്യായത്തിൽ തന്നെ മാറ്റമില്ലാത്തൊരു വ്യക്തിത്വത്തെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്, ദൈവാത്മാവ് നമ്മോട് പറയുന്നുണ്ട്. അതിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു ക്രിസ്തു അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും
അനന്യനാണ്. ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. മാറ്റമില്ലാത്തൊരു വ്യക്തിത്വം, ദി അൺചേഞ്ചിങ് പേഴ്സൺ. അതേ അധ്യായത്തിൽ ഇതിന് 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് He has promised, മാറ്റമില്ലാത്തൊരു വാഗ്ദത്തം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. I will not leave you nor forsake you. മാറ്റമില്ലാത്തൊരു വാഗ്ദത്തം. അതിന് മൂലഭാഷയിലൂടെ പറഞ്ഞിരിക്കുന്നത് നോ എന്നുള്ളത് നോ, നെവർ, നോ, നെവർ, നോ എന്ന് 5 പ്രാവശ്യം ആവർത്തിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. മാറ്റമില്ലാത്തൊരു വാഗ്ദത്തം. ഈ മാറി മറിയുന്ന താൽക്കാലികമായിട്ടുള്ള ക്ഷണഭംഗുരമായിട്ടുള്ള ഈ ലോകത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിപ്പാനായിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. ശാശ്വത പാറയിൽ നമുക്ക് ആശ്രയിച്ചായിരിക്കാം. ഒന്ന്, മാറ്റമില്ലാത്തൊരു നഗരം. രണ്ടാമത്തേത്, മാറ്റമില്ലാത്തൊരു വ്യക്തിത്വം. അത് വേറെ ആരുമല്ല, നമ്മുടെ അരുമരക്ഷകനായ കർത്താവ് യേശു ക്രിസ്തു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്, അവൻ ഒരു നാളും നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ കർത്തൃ ദിവസത്തിൽ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ആ മാളിക മുറി, അതെന്തുമായിക്കൊള്ളട്ടെ, അത് കർത്താവിന്റെ കരങ്ങളിലേക്ക് എടുത്തു കൊടുക്കുവാനായിട്ട് നാം ഒരുക്കമുള്ളവരായിരിക്കുക. അങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്നും കർത്താവ് ചില ചരിത്രം സംഭവങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ഒരുക്കമുള്ളവനായിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും നല്ല പങ്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയും എപ്പോഴും ഒരുക്കമുള്ളവരായിട്ട് കർത്താവിന് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും കർത്താവിന് വേണ്ടി മാത്രം ജീവിപ്പാനും കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സഭയോടുള്ള പ്രത്യേകമായ നന്ദിയെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഞാൻ പറഞ്ഞ സമയത്തിനേക്കാൾ 3 മിനിറ്റ് നേരത്തെ തന്നെ സവാൽ തീർക്കുകയും ചെയ്ത് വളരെ ഭംഗിയായിട്ട് നമുക്ക് വേണ്ടിയ സന്ദേശം കർത്താവ് ഓർപ്പിച്ച സത്യങ്ങളെ നമുക്ക് ഓർക്കാം. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് തരാത്തത് ഒന്നുമില്ലല്ലോ. ഏറ്റവും ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ, ഏറ്റവും ബെസ്റ്റ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ചോദ്യമാണ് കർത്താവ് നമ്മളുടെ ഇന്ന് സന്ദേശം മുഖാന്തരം നമുക്ക് ഓർപ്പിച്ച സത്യം. Are we willing to give ourselves? നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയായിട്ട് കരുതുന്നത് കർത്താവിനെ അല്ലാതെ വേറെ ഒന്നും പാടില്ല എന്ന് വേണേ നമുക്ക് ചിന്തിക്കണം. നമുക്ക് ഏറ്റവും വിലയേറിയത് കർത്താവിന് കൊടുക്കാൻ സാധിക്കും. മാളിക മുറി, ഒരുക്കി വെച്ച മാളിക മുറി. അയ്യോ, അത് വന്നാൽ ഇവിടെ എല്ലാം വന്നാൽ എല്ലാം അലങ്കോലമാവുമെന്ന് നമ്മൾ പേടിച്ച് നമ്മുടെ ഏറ്റവും വിലയേറിയത് കൊടുക്കാതിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുന്നു, എന്തും കൊടുക്കും, എന്നെ തന്നെ കൊടുക്കുന്നത് ഒരു ജീവിത തീരുമാനമാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ വെച്ചിരിക്കുന്നത്? ദൈവം ഈ ഇന്നത്തെ സന്ദേശം മുഖാന്തരം അത് കൊടുത്തപ്പോൾ അതിനോട് കൂടെ വന്ന അനുഗ്രഹം നമ്മൾ കണ്ടത്. അതിൻ്റെ കൂടെ വന്ന അനുഗ്രഹം അത് എണ്ണമില്ലാത്ത നിത്യതയോട് നിൽക്കുന്ന അനുഗ്രഹങ്ങളായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മൾ 2 വിഷയങ്ങൾ കൂടെ പ്രാർത്ഥിക്കാനുള്ള പ്രസന്ന സൗരി നടുവെട്ടി വീട്ടിൽ റെസ്റ്റ് ചെയ്യാം. സൗരൻ വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാലിന്റെ വേദനയിൽ പ്രയാസപ്പെടുന്നുണ്ട്. ദിനേശിന് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വിഷയങ്ങൾ കൂടെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന സന്ദേശത്തിന് വേണ്ടി സ്തോത്രം. ഞങ്ങൾ ഓർപ്പിച്ച സത്യങ്ങൾക്ക് വേണ്ടി സ്തുതിക്കുന്നു. പല പ്രാവശ്യം ഞങ്ങൾ ഓർപ്പിക്കുന്ന കാര്യം ഞങ്ങൾ എളുപ്പം മറന്നു പോകുന്ന ഒരു പ്രകൃതി ഞങ്ങൾക്കുണ്ട്. ഇന്നും വീണ്ടും കർത്താവേ, ഞങ്ങൾ ഓർപ്പിച്ച സത്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം. ഞങ്ങൾ ആരാധിക്കാൻ തന്ന കൃപയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നു. ഞങ്ങൾ ആരാധിച്ച് പോകുന്നവർ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ കർത്താവെ അങ്ങ് ചോദിച്ചിട്ടുണ്ട്. മുഴു ഹൃദയത്തോടും മുഴു മനസ്സോടും മുഴു ശക്തിയോടും എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അവിടെ വരും. ഞങ്ങളെല്ലാം അങ്ങേക്ക് കൊടുക്കാൻ ഞങ്ങൾ മതിയായവരായിട്ട് ഞങ്ങൾ ഒരുക്കമുള്ളവരായി തീരുമെന്നുള്ള ഒരു സംശയമില്ല.
ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങല്ലാതെ അങ്ങ് ഞങ്ങൾക്ക് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വരെ ഒന്നുമില്ലല്ലോ കർത്താവേ. പിന്നെ അങ്ങക്ക് കൊടുക്കുന്നതിനല്ലാതെ ഞങ്ങൾ പല സമയത്തും അങ്ങ് കൊടുത്തതെല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് അത് എടുത്ത് ഉപയോഗിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ആ തെറ്റ് ഞങ്ങളിൽ നിന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് അങ്ങേ തന്നെ ഏൽപ്പിക്കാനും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങേക്ക് ആദ്യ സ്ഥാനം കൊടുത്ത് അങ്ങേക്ക് ഞങ്ങളുടെ വിലയേറിയതെല്ലാം അങ്ങേക്ക് കൊടുക്കാനുള്ള മനസ്സ് ഞങ്ങളുടെ പ്രായോഗിക രീതി ജീവിതത്തിൽ അത് കാണിക്കാൻ ഞങ്ങൾ ഇടയാക്കണമേ. കുറവുകൾ സംഭവിച്ച ഇടങ്ങളിൽ ഞങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഞങ്ങൾ മറന്നു കളഞ്ഞ സ്വഭാവങ്ങൾ അങ്ങ് തന്നതെന്നുള്ള കാര്യം മറന്നുപോയിട്ടുണ്ട് പല പ്രാവശ്യം. ഞങ്ങൾ ക്ഷമിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടതിന് വേണ്ടി സ്തുതിക്കുന്നു. ഞാൻ വിഡിയൻസിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി സ്തുതിക്കുന്നു. 165 വർഷങ്ങളോളം ഇത് നിലനിർത്തി അങ്ങ് കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ തന്നെ എത്രയോ ജനങ്ങളുടെ ജീവിതങ്ങൾ മരണത്തിന്റെ നാശത്തിലേക്ക് വിടുവിച്ച് കർത്താവ് അങ്ങയുടെ വചനമാത്രം തുടർന്ന് അത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്കും അത് പങ്കതിനകത്ത് കഴിഞ്ഞ കാലങ്ങൾ തന്നു വരുന്ന ദിവസങ്ങളും ഇന്നും ഞങ്ങൾ അത് കൊടുക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ അത് ചെയ്യാനുള്ള ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തുതിക്കുന്നു. കർത്താവെ ഞങ്ങളോ സൗകര്യ പ്രശ്നയും കൂടെ സമയത്ത് മകൾക്ക് അത് വെട്ടലിന് കർത്താവെ അതിനൊരു ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിനോദിനുള്ള കാലിന്റെ പ്രയാസത്തിന് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദിനേശിനെ കൂടെ കർത്താവെ ആ പ്രയാസത്തിന് കാലിന്റെ പകനും വെയിൻസിന്റെ പ്രയാസം പിന്നെ വീണ്ടും വന്നിട്ടുണ്ടെന്ന് കേട്ടു. കർത്താവെ പൂർണ്ണസ്വം കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ജോലിയിലെല്ലാം കൃപകൾ കൊടുക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങൾ പറഞ്ഞിരിക്കുന്നു. കർത്താവെ താങ്ക് യു ലോർഡ്. പ്രാർത്ഥനകൾക്ക് വേണ്ടി സ്തുതിക്കുന്നു. മഹത്വം എടുക്കണമേ. യേശു താങ്കളുടെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെയും കൃപയും പരിശുദ്ധാത്മാവുടെ കൂട്ടായ്മയും സഹവാസം കേട്ട വചനങ്ങളുടെ പേരും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരും ഇപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്തർ മേശയിലുള്ള ചിന്ത ആഗസ്റ്റ്